തങ്ങളുപ്പാ ഈ മജ്ലിസ് വല്ലാത്ത ബറക്കത്തുള്ള മജ്ലിസാണ്. എന്റെ പേര് ബാത്തുഷ എന്നാണ്. എന്റെ വണ്ടിക്ക് ഞാൻ ഒരുപാട് വിഷമത്തിലായിരുന്നു. ഇക്കാക്കാന്റെ വണ്ടിക്കോട്ടല്ല, വല്ലാത്ത സങ്കടത്തിലായിരുന്നു. എന്നും ഞാൻ വിഷമിച്ചിട്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു കൂടെ പുറപ്പാണ് എന്നോട് ഈ മജ്ലിസ് കാണാൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഈ മജ്ലിസ് എന്റെ വീട്ടിൽ വെക്കാൻ തുടങ്ങി. എന്റെ ഭർത്താവ് എന്നോട് പറയാണ്, എനിക്കിപ്പോ റെസ്റ്റ് എടുക്കാൻ സമയമില്ല, ഇപ്പൊ വണ്ടിക്ക് വല്ലാത്ത ഓട്ടമാണ്. ഇതെന്തൊരു അത്ഭുതമാണ്, വല്ലാത്ത റാഹത്തുള്ള മജ്ലിസാണ്. വല്ലാത്ത റാഹത്തായി പോയി. ഇക്കാക്കാന്റെ വണ്ടിക്ക് ഓട്ടല്ല, ആത്മീയ തട്ടിപ്പുമായി ആറ്റക്കോയ തങ്ങൾ എന്നാണ് ഈ വീഡിയോയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ളത്. മജ്ലിസ് വെക്കല് തുടങ്ങി ബർക്കത്തിന്റെ ശരവർഷമില്ലാത്ത മലവെള്ളപ്പാച്ചിലാണ് ഇക്കാക്കാന്റെ ഓട്ടോക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. എന്ത് ബർക്കത്താണ് സഹോദരന്മാരെ! ഈ ഒരു വിഷയത്തെ കുറിച്ച് പോലും ഒന്നും അറിവില്ലാത്ത ആളുകളെ പറ്റിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രം മജ്ലിസ് നടത്തുന്ന ഇതുപോലെയുള്ള മുറി വൈദ്യന്മാർക്ക് എന്ത് ബർക്കത്താണുള്ളത്. ഇദ്ദേഹം എത്തീമക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് കുറെ പിരിവുകൾ നടത്തുകയും എത്തീമക്കളെ കെട്ടിച്ചുകൂടുകയും അവർക്ക് വീട് വെച്ച് നൽകുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതൊന്നും വലിയ പൊങ്ങച്ചമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു വലിക്കാട്ട് സംഭവമായിട്ടോ കൊണ്ടുനടക്കേണ്ടതില്ല. നിങ്ങളും ഇറങ്ങിക്കഴിഞ്ഞാൽ എത്തീമക്കളുടെ പേര് പറഞ്ഞാൽ നമ്മുടെ ഉമ്മത്ത് സഹായിക്കും. സഹായിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വരുമാന മാർഗമാക്കി കൊണ്ടുനടക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല, അങ്ങനെ നാണമില്ലാത്തവന്റെ മൂട്ടിൽ ഒരു ആല് മുളച്ചാല് അല്ലെങ്കിൽ ഒരു മരം മുളച്ചാൽ അത് തണലായി കൊണ്ടുനടക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു ഉസ്താദ് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം അല്ലേ. ഈ മജ്ലിസ് ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ, അന്ന് കേട്ടു നോക്കാം നമുക്ക്. എന്തെല്ലാം ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ മുസ്ലിം ജീവിതത്തെ, കുടുംബ ജീവിതത്തെ തകർത്ത് തരിപ്പണാക്കുന്ന പല ഓൺലൈൻ ഫത്വകളും വന്നുകൊണ്ടിരിക്കുന്ന കാലമായിപ്പോ. അത്തരം ഓൺലൈൻ മജ്ലിസുകളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങന്മാര് സ്ഥിരം ഓൺലൈൻ മജ്ലിസിലാവുക, ദിക്റെല്ലുക, സ്വലാത്തെല്ലുക, ഭർത്താവിനെ നോക്കണമെന്നില്ല. അതൊന്നുമല്ല. ഭർത്താവിനെ നോക്കുന്നതിനേക്കാൾ വലിയ ഇബാദത്താണോ ഇതൊക്കെ? ആണോ? ഒരു സ്ത്രീയോട് ആഖിറത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം പുരുഷനുള്ള പോലെ തന്നെ നിസ്കാരത്തിൽ. രണ്ടാമത്തെ ചോദ്യം വഅൻ ബഅലിഹാ, നീ ഭർത്താവിനോട് എങ്ങനെ പെരുമാറി. ചിലപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിന്റെ കയ്യിൽ ദലാൽ ഖൈറാത്ത്, വിർദുൽ ലത്തീഫ്, ഹിസ്ബുൻ നസർ, കുറെ സ്വലാത്തിന്റെ ഇടക്കുണ്ടാവും. കല്യാണം കഴിച്ചാല് ഭർത്താവിന്റെ പാന്റ് ഷർട്ടിൽ ഇസ്തിരി ഇട്ടിട്ടുണ്ടായാൽ മതി കേട്ടോ. അത് മതി. അതന്നെയാ മുസ്ലിം ജീവിതം. ഖദീജ ഉമ്മ റസൂലുള്ളാഹിക്ക് ഫുഡ് എടുത്തിട്ട് മല കയറിയത് 800 അടിയാ. ഇപ്പൊ പാകിസ്ഥാനികളല്ലേ അതിന്റെ സ്റ്റെപ്പും പിടിക്കമ്പിയെല്ലാം ഉണ്ടാക്കിയത്. അന്ന് ഉരുളം കല്ലുകളല്ലേ ആ ഗുഹ കയറിയില്ലേ ഖദീജ ബീവി. അതന്നെ ഏറ്റവും വലിയ ഇബാദത്ത്. തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ത്യാഗം തന്നെയായിരുന്നു. ഒരുപാട് ഞാൻ കയറിയിട്ടുണ്ട്. അത് കല്ലിലൂടെ നമ്മൾ കയറുകയാണെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അവിടേക്ക് ആ സ്റ്റെപ്പുകളൊന്നും ഇല്ലാത്ത ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടെ ധ്യാനത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഏകാന്തതയിലിരിക്കുന്ന ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മുടെയൊക്കെ ഉമ്മ ഖദീജ ബിൻത് ഖുവൈലിദ് ഭക്ഷണവുമായിട്ട് പോവുമായിരുന്നു. അത് വളരെ ശ്രമകരമായ വലിയ ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം റളിയല്ലാഹു അൻഹ വഫാത്തിന് ശേഷം മറ്റു ഭാര്യമാരോട് പറയുമ്പോൾ പോലും എൻ്റെ ഖദീജ എന്ന് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു. അത് കേട്ട് ഒരു ദിവസം ആയിഷ ബീവി ചോദിക്കുകയുണ്ടായി, ഇത്രയേറെ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന്. അത് ആ ഖദീജ ബീവിയുടെ ആ ഒരു കരുതല്, ആ ഒരു സ്നേഹം, അതൊക്കെ തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷെ ഉസ്താദെ, ദിക്റും ദായിമും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഭർത്താവിന് വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യുക എന്നുള്ള ആ ഒരു സംഭവമൊന്നുമില്ല. വസ്ത്രം ഇന്നൊക്കെ ഇപ്പോ വാഷിംഗ് മെഷീൻ ഉണ്ട്, അമ്മക്ക് തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മളെ തിരുമ്പ ഉസ്താദെ. ഇനി ഇല്ലെങ്കിൽ തിരുമ്പ് കല്ലുമ കൊണ്ടുപോയിട്ട് ഉസ്താദ് പറഞ്ഞ ആദ്യത്തെ കാര്യം അത് നമ്മൾ മറന്നിട്ടില്ല. ഉസ്താദ് പറഞ്ഞു വെച്ച ഒരു കാര്യം, നമ്മുടെ തിരുമ്പുക, നമുക്ക് വെച്ചുണ്ടാക്കി തരിക, അടുക്കളയിൽ കയറിയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം അല്ലേ. ഈ സ്ത്രീകളെ ആ ഒരു തരത്തിലേക്ക് അടിമ, ആ ഒരു സംസ്കാരം അങ്ങനെയൊന്നും അല്ല. ഒരു പുരുഷ മേധാവിത്വം എന്നുള്ള, സ്ത്രീകളെ അധികാരം ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ വീട്ടില് നമ്മൾ ഭാര്യ എന്നുള്ളതല്ല, ഇണ എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തന്നെ കാണണം. വസ്ത്രം നമ്മുടെ വസ്ത്രം അലക്കലും സ്ത്രീയിടലും. ഞാൻ ഈ സ്ത്രീയിടുക എന്നുള്ള ഒരു ശീലമില്ലാത്ത ആളാണ്. ഇപ്പോ
അലക്കി ഇസ്തിരി ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് വർത്താനം ഉണ്ടാവുക, ഭക്ഷണത്തിൽ എന്തെങ്കിലും എരിവ് കൂടി ഉപ്പ് കുറഞ്ഞു കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വർത്താനം ഉണ്ടാക്കുക. അവനാന് വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നാ, ഇണകളാണ്, ഒരു നേരം അവർക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോ അവരടുത്ത് പറഞ്ഞേ ഉള്ളൂ, നമ്മുടെ വളർന്നു വരുന്ന യുവത്വം, നമ്മുടെ പുതുതലമുറ അവര് ഈ ഒരു ശൈലിയിലാണ് മനസ്സിലാക്കുന്നത്. നമ്മള് ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറഞ്ഞാൽ ഒരു അടിമ ഉടമ കച്ചവടം പോലെ, അല്ലെങ്കിൽ ഒരു അടിമ ഉടമ ബന്ധം പോലെ, ഒരു മുതലാളി തൊഴിലാളി ബന്ധം പോലെ ആ ഒരു രീതിയിലല്ല, ഒരു ഇണകളായിക്കൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ ജീവിക്കുകയും ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് അതിലുണ്ടാവുന്ന കുട്ടികൾ അവര് പൂർണ്ണ സുരക്ഷിതത്വത്തോടെയും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ബുദ്ധി വളർച്ചയോടെയൊക്കെ ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞത് ആറ്റക്കോയ പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ, സുബഹി കഴിഞ്ഞ ഉടനെ തുടങ്ങും ഇയാളുടെ മജ്ലിസ്. അപ്പോ സുബഹിക്ക് ഈ മൊബൈലും തുറന്നു വെച്ചിട്ട് ഇതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോ ഭർത്താവൊന്നുമല്ല, വാപ്പയോ ഉമ്മയോ അസുഖമായി കിടക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർക്ക് ഭക്ഷണം മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് കണ്ടു തീർക്കുക, ഇനിയിപ്പോ എന്ത് വന്നാലും ഇത് കഴിഞ്ഞിട്ടേ ബാക്കിയൊന്നും ചെയ്യുക എന്നുള്ള ആ ഉസ്താദ് പറഞ്ഞതിനോട് യോജിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ബർക്കത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നിങ്ങൾ മജ്ലിസ് കണ്ടിട്ടുള്ള ബർക്കത്തോട്ട് എവിടെ എത്തൂല. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ബർക്കത്ത് തേടി നോക്കാണ്, നിങ്ങൾക്കുള്ള ബർക്കത്ത് കിട്ടും. ഈ ലോകത്തിന്റെ നായകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവോട് സമ്പത്ത് ചോദിച്ചിട്ടില്ല, റസൂലുള്ള സമ്പത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല. അല്ലാഹുമ്മ അഹീന മിസ്കീനൻ വഅമിത്നാ മിസ്കീന എന്ന് പ്രാർത്ഥിച്ചു നടന്ന റസൂലുള്ളാന്റെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് ഒരു നേരം പട്ടിണി കിടക്കാന് ഭയങ്കര ബുദ്ധിമുട്ടാ. മിസ്കീൻ എന്ന് പറഞ്ഞാല് ദാരിദ്ര്യം എന്നുള്ളതല്ല, ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്നവൻ എന്നാണ്. എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിച്ച് എന്നെ ഒരു മിസ്കീനായിക്കൊണ്ട് നീ മരിപ്പിക്കണേ എന്നാണ് റസൂലുള്ള പ്രാർത്ഥിച്ചിരുന്നത്. ആ റസൂലുള്ളാനെ ഫോളോ ചെയ്യേണ്ട, ആ റസൂലുള്ളാനെ ഇത്തിബാ ചെയ്യേണ്ട ആളുകള് ഇന്ന് കോടിക്കണക്കിന് രൂപ ലക്ഷറി ടാക്സ് അടച്ചുകൊണ്ട് വലിയ വലിയ മണിമന്ദിരങ്ങളും മാളികകളും പണിത് വലിയ വലിയ ലക്ഷറി കാറുകൾ വാങ്ങിക്കൊണ്ട് ഈ ഉമ്മത്തിന്റെ മേലാളന്മാരായിട്ട് നടക്കുമ്പോ, അത് ഈ ഉമ്മത്തിൽ നിന്നല്ല എല്ലാ വിഭാഗത്തിലും അത് കണ്ടിട്ടുണ്ട്. ആത്മീയതയുടെ മുഖമൂടി അണിഞ്ഞ ചില പൗരോഹിത്യ ബിസിനസ്സുകാര് അവര് കോടിക്കണക്കിന് വില വരുന്ന ആഡംബര കാറുകളിലും ആഡംബര മണിമാളികകളിലും ഇരുന്നു കൊണ്ട് അവര് വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോകുന്നത് എന്ത് പറയാനാണെന്ന് അറിയോ നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പറയാൻ. 3 ദിവസത്തോളം ഭക്ഷണം കഴിക്കാനില്ലാത്തോണ്ടാ, അത് 3 ദിവസം നോമ്പെടുത്തിക്കല്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം അവരുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് ജൂതന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ പടച്ചട്ട പണയം വെച്ച് അതിന് കിട്ടിയ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ റൊട്ടി കഴിച്ചുകൊണ്ട് അത് വയറ്റിലുള്ള സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഒറ്റമുറി വീട്ടില് അവര് താമസിച്ചിരുന്നത്, മണിമാളിക കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, സുഖലോലുപതയില് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അള്ളാന്റെ ബർക്കത്ത് എന്നുള്ളത്, അള്ളാന്റെ ബർക്കത്ത് കുറെ പണവും കുറെ സൗകര്യങ്ങളും ആടയാഭരണങ്ങളും മണിമാളികകളും കൊട്ടാരങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ പുതിയ പുത്തൻ ലക്ഷറി കാറുകളും ഒന്നും അല്ല എന്നുള്ളത് തിരിച്ചറിയുക. നമ്മുടെ ഉമ്മത്ത് വഴികേടിലേക്കും അതുപോലെ ഹുബ്ബു ദുനിയ, വഹൻ എന്ന് പറയുന്ന ഹുബ്ബു ദുനിയയിലേക്കും മരണഭയത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ഹുബ്ബു ദുനിയയും മരണഭയവും നിങ്ങളുടെ കുറെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എടുത്തു കളയും. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ആ ഒരു ഇഷ്ടം ലഭിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു പ്രഭാഷണം ഇവിടെ ചേർക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബുർദ പാടുന്ന സ്വഭാവം നമുക്കുണ്ടോ? ബുർദയിലും ഇതുപോലെയാണ്. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീബി. സയ്യിദ് അക്രമൽ ഖൽഖായ നബിയെ, വ്യാപകമായ ഒരുപാട് ആപത്തുകൾ വരുന്ന സമയത്ത് എനിക്ക് കാവലാകാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല നബിയെ. എൻ്റെ എല്ലാ മുസീബത്തൊന്നും നബിയെ നിങ്ങൾ തടുക്കണം എന്നാണ് പറയുന്നത്. ഇതിന് പൈസ കൊടുക്കണവൻ്റെ നിലവാരം എന്താണ്? ഇതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവൻ്റെ നിലവാരം എന്താണ്? ഇതിനു വേണ്ടിയിട്ട് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നവർ നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ എന്ത് പറയും?